الحمد لله رب العالمين نحمده ونستعينه ونستهديه ونسترشده ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وأسوتنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بالتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون صدق الله مولانا العلي العظيم സ്നേഹധന്യരായ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിലും കണിശതയിലും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രസംഗനവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സങ്കടകരമായ വാർത്തകൾക്കിടയിലാണ് ഈ ഒരാഴ്ച നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. വയനാട് നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ വീടും കിടപ്പാടവും ജീവനും എന്നല്ല തലമുറയും തന്നെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു പരീക്ഷണം. അതവർക്കുള്ള പരീക്ഷണമാണോ അതല്ല അത് കണ്ടുനിന്ന ചുറ്റുമുള്ള നമുക്കുള്ള പരീക്ഷണമാണോ എന്ന് നമുക്ക് തീർപ്പ് പറയാൻ പറ്റാത്ത വിധം ഒരു നാടൊന്നാകെ ഒരു ഉരുൾപൊട്ടൽ നക്കി തുടച്ചു പോയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ സൂചിപ്പിക്കുന്നത് പോലെ അഫഅമിന അഹ്ലുൽ ഖുറാ അയഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ
നിങ്ങൾ സുരക്ഷിതരായ വീടുകളിൽ കിടന്നുറങ്ങുന്ന രാത്രി സമയത്ത് നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങൾക്കുണ്ടോ? അഫ അമീന അഹ്ലുൽ ഖുറ, ഗ്രാമവാസികൾക്ക്, പ്രദേശവാസികൾക്ക് നിങ്ങളൊക്കെ കിടക്കുന്ന വീടിനും നാടിനും ഈ സംവിധാനങ്ങൾക്കുമൊക്കെ എന്തുറപ്പാണുള്ളത്? ബസുന ബയാത്തൻ വഹും നായിമൂൻ, ഒന്ന് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ക്ഷീണങ്ങളിൽ നിന്നും മോചനമായി നിങ്ങൾ രാത്രിയുള്ള ഉറക്കത്തെ നിങ്ങൾ കാണുന്നു. പക്ഷെ ആ സമയത്തൊരു പ്രയാസം വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അഫഅമിന അഹ്ലുൽ ഖുറ അയഅതിഹും ബഅസുന ളുഹൻ വഹും യൽഅബൂൻ, കളിച്ചുകൊണ്ടിരിക്കെ പകൽ സമയത്ത് നിങ്ങൾക്ക് മേലൊരു വിപത്തിറങ്ങിയാൽ അതെങ്ങനെയുണ്ടായിരിക്കും? അങ്ങനെയൊന്നും വരില്ല എന്നാണോ നിങ്ങളൊക്കെ കരുതിയിട്ടുള്ളത്? ഇത് സംഭവിച്ചത് വയനാട് മുണ്ടക്കൈ എന്ന് പറയുന്നൊരു പ്രദേശത്ത് ചൂരൽമല കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് വയനാട് സംഭവിച്ച എന്തോ പ്രകൃതി ദുരന്തം എന്ന് മാത്രമാണ്. എവിടെയും സംഭവിക്കാവുന്ന ഒന്നാണ്. അതിപ്പോൾ സംഭവിച്ചത് നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മേലാണ് എന്നാണ്. ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയായി മാത്രമല്ല, ചില ആളുകൾക്കെതിരെ ശിക്ഷയായിട്ടൊക്കെ പറയുന്ന ആളുകൾ, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ മനുഷ്യർക്കുള്ള ശിക്ഷയായി മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതി ദുരന്തങ്ങളെയും പരീക്ഷണങ്ങളെയും വെച്ചിട്ടുള്ളത്, മറിച്ച് ചില ആലോചനകൾക്കുള്ള വഴിമരുന്നിടാൻ വേണ്ടി കൂടിയാണ്. അത് അവരെക്കാൾ കൂടുതൽ കണ്ടു നിൽക്കുന്ന നമുക്കായിരിക്കും എന്നുള്ളതാണ് അതിൽ യാഥാർത്ഥ്യത്തോടും വാസ്തവത്തോടും ഏറ്റവും കൂടുതൽ യോജിച്ച് നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സംബന്ധിച്ചതിന്, മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സാരതയെ സംബന്ധിച്ചതിന് നമ്മളെ പഠിപ്പിക്കാം. ഞാൻ കഴിഞ്ഞ 2 ദിവസം നിലമ്പൂർ പോത്തുകല്ല് കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ഏകദേശം 10-21 ബാച്ചുകളായി ഏകദേശം 180ഓളം ആളുകൾ നമ്മുടെ ഈ പരിസരത്തു നിന്നുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു വളണ്ടിയർ ഗ്രൂപ്പിനോടൊപ്പമായി. അവർ വരുന്നത് ഒരു കൈ എടുത്തുകൊണ്ട്, ഒരു കാലെടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ഒരു കാൽപാദം എടുത്തുകൊണ്ട്, ഉടലില്ലാത്ത തലയും അതുപോലെ തന്നെ തലയില്ലാത്ത ഉടലുകളും എടുത്തുകൊണ്ട്, പാതി മുറിഞ്ഞ ശരീരമായിട്ടൊക്കെയാണ് വരുന്നത്. എത്രയാണ് മണ്ടിൽ പൂണ്ട് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എവിടെയാണ് സംഭവിച്ചത് എന്നാലോചിക്കണം. വേറൊരു ജില്ലയിലാണ്, വയനാട്ടിലാണ്. വയനാട്ടിൽ അതിൻ്റെ എല്ലാ ഒഴുക്കും വന്ന് ഇങ്ങ് നമ്മളുടെ ജില്ലാതിർത്തിയിൽ പോത്തുകല്ലിലും മുണ്ടേരി സീഡ് ഫാമിലും ഒക്കെയാണ് ഇതിൻ്റെ കയ്യും കാലും ഒക്കെ അറ്റ ശരീരങ്ങൾ വന്ന് വീഴുന്നത്. ഇത് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചുള്ളൊരു നിസ്സാരതയാണ്. അതായത് എന്തും മനുഷ്യന് സംഭവിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് മരിച്ചു കിടക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. സൂറത്തുൽ ലുഖ്മാനിൽ അങ്ങനെ ഒരു ആയത്തുണ്ട്, ആ ഭൂമിയൊക്കെ പോയി കണ്ടപ്പോൾ ആ ആയത്തിനൊരു വിശദീകരണം കിട്ടിയതുപോലെയായിട്ടാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾ എവിടെയാണ് ചെന്ന് മരിച്ചു വീഴുക എന്ന് നിങ്ങൾക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ മരിച്ചു വീഴുമ്പോൾ നമ്മൾക്ക് തോന്നും ഈ വീട്ടിലായിരിക്കും. മരണപ്പെട്ട ആളെ കിട്ടാൻ വേണ്ടി നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ഫൈസി ഉസ്താദ്, ഷിഹാബ് ഫൈസി, അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് ആ സമയത്ത് കൊണ്ടുവരുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വയനാട്ടിൽ നിന്ന് ആളുകൾ വന്നിരിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഭാഗികമായ കേടുപാടുകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ഏറ്റുവാങ്ങി അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ഒക്കെ തിരിച്ചു പോവുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അവിടുത്തെ വെള്ളാർമല പള്ളിയിലെ ഖത്തീബാണ് അദ്ദേഹം. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഖുത്തുബ പറഞ്ഞ ഒരാളാണ്, നിങ്ങളെപ്പോലെയുള്ള ആളുകളോട് ഖുത്തുബ പറഞ്ഞ ഒരാളാണ് അദ്ദേഹം. അന്ന് രാത്രി അവിടെ പള്ളിയിൽ കിടന്നുറങ്ങുന്ന ഒരു ഇമാം 50 കിലോമീറ്ററുകൾക്ക് ഇപ്പുറമാണ് അദ്ദേഹത്തെ ലഭിക്കുന്നത്. എത്രയോ സഹോദരങ്ങൾ, കണക്കുകൾ ഭീകരമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞ കവളപ്പാറയിലെ കണക്കോ പുത്തുമലയിലെ കണക്കോ കുട്ടിക്കല്ലിലെ കണക്കോ ഒന്നുമല്ല എന്നാണ്.
കഴിഞ്ഞ ഇതുവരേക്കുമുള്ള ഒരു ഉരുൾപൊട്ടലിൻ്റെ ചരിത്രമല്ല ഇപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ മുണ്ടക്കയിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ്. 350 വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. ആ വീടുകൾ, അതിനടിയിൽപ്പെട്ട ആളുകളുടെ റെസ്ക്യൂ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കിട്ടിക്കഴിഞ്ഞ ആളുകളെക്കുറിച്ചും തിരിച്ചറിഞ്ഞ ആളുകളെക്കുറിച്ചുമാണ് നമ്മളിപ്പോൾ മരിച്ചവരെന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. ഇത് പെരിന്തൽമണ്ണയിൽ ഇറങ്ങാതിരിക്കുന്നതിന്, ശാന്തപുരത്ത് സംഭവിക്കാതിരിക്കുന്നതിന്, അങ്ങ് കരിങ്കല്ലത്താളിൽ സംഭവിക്കാതിരിക്കുന്നതിന്, കുന്നക്കാവിൽ സംഭവിക്കാതിരിക്കുന്നതിന്, ഇതൊക്കെ തന്നെ മലകളൊക്കെ ആണല്ലോ. എന്തുണ്ട് ന്യായമെന്ന് ചോദിച്ചാൽ അത് വരേണ്ട സമയത്ത് അദാബായിട്ട് എന്ന് മാത്രമല്ല, പരീക്ഷണമായിട്ട് മനുഷ്യ ജീവിതത്തിൽ ശിക്ഷയായിട്ടൊന്നും നമ്മളതിനെ കരുതേണ്ടതില്ല. മനുഷ്യ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ശിക്ഷയായ ഓരോ സമൂഹത്തെയും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് വല്ലാത്ത രീതിയിൽ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അത് ഖൗമിൽ മുഅ്ജിസത്തുകൾ നിലനിൽക്കെ പ്രവാചകന്മാരുടെ മുമ്പിൽ വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചുകൊണ്ടൊരു താരതമ്യവും നിർദ്ധാരണത്തിലേക്കും നമ്മൾ കടന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ അസ്ഥാനത്തായി പോകും. പക്ഷെ അതേസമയം അത് പരീക്ഷണമാണ്, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പരീക്ഷണമാണ്. നമുക്കറിയാം, നമ്മുടെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട്. അതായത് ഭ്രമണം എന്ന് നമ്മൾ പറയും. ഭൂമി സ്വയം തന്നെ ചുറ്റുന്നുണ്ട്. അതിന് നമ്മൾ പരിക്രമണം എന്ന് പറയും. സ്വയം നിലക്ക് ചുറ്റുമ്പോഴാണ് അത് ദിനവും രാത്രിയുമായി, അതായത് പകലും രാത്രിയുമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതായത് സൂര്യൻ്റെ അഭിമുഖമായും മറ്റും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 12, 11, 13 മണിക്കൂറുകളൊക്കെ ആയിട്ട് ഇത് വ്യത്യാസപ്പെടും. ഇതേ ഭൂമി തന്നെ ഇങ്ങനെയും കറങ്ങുന്നുണ്ട്. അതിങ്ങനെ ഓരോ റൊട്ടേഷൻ പൂർത്തീകരിച്ച് വരുമ്പോൾ അതിന് നമ്മൾ ഒരു കൊല്ലം എന്ന് പറയും, 365 ദിവസം എന്ന് പറയും. ഇതിനിടയിലാണ് ഭൂമിയിൽ ഒരു ഭാഗത്ത്, അതിൻ്റെ ചെറിയൊരു ഭാഗത്ത്, വയനാട്ട് ഒരു ഭാഗത്ത് ചെറുതായൊരു ഭാഗത്ത് പൊട്ടുന്നു. ചെറിയൊരു പൊട്ടലാണ് കേട്ടോ അത്. നമ്മളൊക്കെ ഉണ്ടാക്കിയ ഒരു നിർമ്മിതിയാണെങ്കിൽ ഇത്ര വേഗത്തിൽ ഭൂമി കറങ്ങുന്ന, സൂര്യനെ കറങ്ങുന്ന വേഗത നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിലോ മറ്റൊക്കെ നിങ്ങളുടെ മൊബൈലിലുണ്ടാവും, ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. 1,00,000-ൽ പരം, 1,07,000 കിലോമീറ്ററിൽ ഒരു മണിക്കൂറിൽ 1,00,000-ൽ പരം കിലോമീറ്റർ ഒരു മണിക്കൂറിൽ നമ്മുടെ കാറൊക്കെ ഓടുക 80 കിലോമീറ്റർ സ്പീഡിലാണ്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ, സ്വയം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ, സ്വയം തിരിയുന്നത് ഏകദേശം 1000 മണിക്കൂർ വേഗതയിലാണ്. നമ്മൾ എന്തെങ്കിലും അതറിയുന്നുണ്ടോ? ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഭാഗത്ത് പടച്ചവൻ വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ, ചെറിയ ചെറിയ കാര്യങ്ങൾ നാം അവരെ രുചിപ്പിച്ചുകൊണ്ടിരിക്കും. ദൂനൽ അദാബിൽ അക്ബരി, വലിയ ശിക്ഷയല്ല ഇത്. അല്ലാഹ് പറയാം, വലിയ ശിക്ഷയല്ല. നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഒക്കെ ചെറുതാണ്. ലഅല്ലഹും യർജിഊൻ. നിങ്ങളുടെ നിസ്സഹായതയും നിങ്ങളുടെ കഴിവില്ലായ്മയും സമ്മതിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അങ്ങനെയാണ്. പ്രഭവകേന്ദ്രം ജക്കാർത്തയിലായിരുന്ന ഒരു സുനാമിയാണ് നമ്മളുടെ തീരപ്രദേശങ്ങളെ നക്കി തുടച്ചു പോയത്. നമുക്കറിയാം എങ്ങനെയാണ് ഭൂമിയുടെ ഒരു ഭാഗത്ത് ചെറിയൊരു സ്കെയിലിൽ ചെറിയൊരു വ്യത്യാസം വരുമ്പോഴേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ കറങ്ങുകയും സ്വയം തിരിയുകയും ചെയ്യുന്ന, കുത്തിത്തിരിയുന്ന ഭൂമി, ഒരു ക്രിക്കറ്റ് പന്തൊക്കെ പോകുന്നത് പോലെയാണെന്നാണ് ഭൂമിയെക്കുറിച്ച് അങ്ങനെ പറയാം. ഒന്നാലോചിച്ച് നോക്കൂ. ഇതിനൊക്കെ അവസാനം ഈ ഭൂമി പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിൽ വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് അയ്ദികും, ഇങ്ങനെ വേറൊരു ഭാഗം കൂടി ഉണ്ടാവും. പ്രകൃതിയിൽ സംഭവിക്കുന്ന ചെറിയ ഏറ്റ വ്യത്യാസങ്ങൾക്ക് വരെയും മനുഷ്യകരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാവും. അതും ഖുർആൻ പറയുന്നുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിൻ നാസ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിൻ നാസ്. ജനങ്ങൾ സ്വയം നിലക്ക് വരുത്തി വെച്ച പ്രശ്നവും ഇതിലൊക്കെ ഉണ്ട്. ഇപ്പോൾ വയനാട് മുണ്ടക്കൈ 84-ലൊരു ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണ്. ഏകദേശം അന്ന് മരണപ്പെട്ട ആളുകളിൽ ഒരു പകുതിയോളം ആളുകളെ അന്ന് തെരഞ്ഞെടുക്കാൻ പോലും സാധിച്ചിട്ടില്ലാത്തൊരു പ്രദേശമാണെന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യൻ
അവിടെ ജീവിച്ചേ പറ്റൂ എന്ന് പറയുന്ന നിസ്സഹായാവസ്ഥയിലും പരിമിതമായ ജീവിത സാഹചര്യത്തിലൊക്കെ ഉള്ള ആളുകളാണ് അവിടെയൊക്കെ ജീവിക്കുന്നത്. പാടികളിലും അതുപോലെ തന്നെ അവിടെ നിന്ന് റിട്ടയർ ആകുമ്പോഴേക്ക് ആ പ്രദേശത്ത് കുറഞ്ഞ ഒരു 5 സെൻറ്റും 10 സെൻറ്റൊക്കെ വെച്ച് താമസിക്കുന്ന മനുഷ്യന്മാർ, നിസ്സഹായരും ദുർബലരുമായ മനുഷ്യരാണ് ഒലിച്ച് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ അതിൻ്റെ ഭാഗമായി അപ്പുറത്ത് ഇപ്പോൾ പൈപ്പിംഗ് പോലെയുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ച് പറയുന്നു. പൈപ്പിംഗ് പോലെയുള്ള പ്രതിഭാസങ്ങൾ, അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെടുത്തിയും അതുപോലെ തന്നെ വ്യവസായവുമായി ബന്ധപ്പെടുത്തിയൊക്കെ മനുഷ്യർ പ്രകൃതിയോട് ചെയ്യുന്ന അതിക്രമങ്ങൾ. ഒരു പ്രകൃതിയെ നമുക്ക് ഉപയോഗപ്പെടുത്താം, പക്ഷേ അത് അതിക്രമമാകുമ്പോൾ, അത്യാഗ്രഹമാകുമ്പോൾ, ചൂഷണമാകുമ്പോൾ ഒക്കെ സംഭവിക്കുന്ന ചില തിരിച്ചടികളെക്കുറിച്ചൊക്കെ പഠനങ്ങളുണ്ട്. എന്തെന്നാൽ ആ വിഷയത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. ഇതൊക്കെയും എവിടേക്കാണ് പോകുന്നത്? ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ കൊറോണ വന്ന കാലത്ത്, പ്രളയം വന്ന കാലത്ത്, ഇപ്പോൾ പ്രളയസമാനമായ അന്തരീക്ഷം ഇനിയും രൂപപ്പെടില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. കർക്കിടകം വന്നാൽ നമുക്ക് പണ്ടൊക്കെ ചോർന്നൊലിക്കുന്ന വീടിനെക്കുറിച്ചാണ്, കുത്തിയൊഴുകുന്ന പുഴയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ചുറ്റും വെള്ളം രൂപപ്പെട്ട് തുരുത്തായി ഒറ്റപ്പെടുകയോ, നിരന്ന സ്ഥലമാണ്, താഴ്ന്ന സ്ഥലമാണെങ്കിൽ വെള്ളം കയറുകയോ, ഉയർന്ന സ്ഥലമാണെങ്കിൽ ഉരുൾപൊട്ടുകയോ ചെയ്യുന്നത്. നമ്മൾ കേരളത്തെക്കുറിച്ച് വളരെ ഭംഗിയായി പറഞ്ഞുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ 600 കിലോമീറ്ററിനുള്ളിൽ വാട്ടർ ബാഗ്സ് ഉണ്ട്, ഇവിടെ കായലുകളുണ്ട്, ലഗൂണുകളുണ്ട്, അതുപോലെ തന്നെ തീരപ്രദേശങ്ങളുണ്ട്, മലമ്പ്രദേശങ്ങളുണ്ട്. ഇങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രം ഒരു 500 കിലോമീറ്ററിനുള്ളിൽ ഈ ലോകത്ത് ഒരു പ്രദേശത്തുമില്ലാത്ത എല്ലാ ജൈവ ആവാസ വ്യവസ്ഥയുടെ, അത് ഹിൽ സ്റ്റേഷനുകളുണ്ട്, ഒക്കെയുണ്ട്. ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല, മറിച്ച് അതേസമയം പടച്ചോൻ വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ ഒരു ചെരിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. സഹ്യമലയ്ക്ക് ഇപ്പുറത്ത് അറബിക്കടലിലെ തൊട്ട് ഇങ്ങനെ ചാരി നിൽക്കുന്ന ചെറിയൊരു വിസ്തൃതിയിലും അതുപോലെ തന്നെ 600 കിലോമീറ്ററോളം നീളത്തിലുള്ളൊരു പ്രദേശത്താണ് ഇത് സംഭവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നമുക്കിങ്ങനെ കേരളം എന്നിങ്ങനെ ആലോചിക്കുമ്പോഴുള്ളത്. അള്ളാഹ് പറയുന്നത്, വിശുദ്ധ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഇതൊക്കെ എന്ന് സംഭവിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. നമ്മൾക്ക് മരിച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞ് വീണ്ടും കഴിഞ്ഞ് ഇതൊക്കെ എപ്പോഴോ സംഭവിക്കാനിരിക്കുന്ന കാര്യം നമ്മളുടെ മുമ്പിൽ ഒരു ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ ഉമ്മ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാം, ഒരു കാറ്റെങ്ങാനും അസ്വാഭാവികമായി അടിച്ചു വീശിയാൽ അള്ളാഹിൻ്റെ റസൂല് വല്ലാത്ത വിഷമിക്കുന്നതാണ്. എൻ്റെ കൗമിന് മേൽ വരുന്ന അള്ളാഹിൻ്റെ വലിയ പരീക്ഷണമാണോ ഇത്? റസൂല് രാത്രി നമസ്കാരം അധികരിപ്പിക്കുമായിരുന്നു ആ സമയത്ത് എന്നാണ്. ഇത് മനുഷ്യർക്ക് സ്വന്തം നിസ്സഹായത ബോധ്യപ്പെട്ടിട്ട് ഞാൻ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എന്ന് പറയുന്ന ആരാ ഉള്ളത്? ഇപ്പം നമ്മളൊക്കെ ഞാനാണല്ലോ, ഞാൻ സാഹിബുമാരാണ് നമ്മളൊക്കെ. നമ്മുടെയൊക്കെ പടച്ചവൻ തന്ന അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തറവാട്ടുകാരും, നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രമാണിമാരും, വലിയ വലിയ വ്യാപാരികളും, വലിയ പ്രൊഫഷണലുകളും, അതുപോലെ തന്നെ പണ്ഡിതരും ഒക്കെയായി മാറി. പടച്ചവൻ തന്ന നിയമത്വമുണ്ട്. പക്ഷെ അതിനേക്കാൾ മനുഷ്യൻ എന്ന് പറയുന്നൊരു സഹായതയുണ്ട്. ഈ ഭൂമി ഉണ്ടായാലല്ലോ നിങ്ങൾക്ക് ഈ സ്ഥാനമൊക്കെ ഉള്ളൂ. ഈ മനുഷ്യൻ എന്നുള്ള നിസ്സഹായത നമുക്ക് ബോധ്യപ്പെടുന്ന ഫസ്റ്റ് ദിവസം ചാനലിലേക്ക് വിളിച്ചു പറയാണ്. മുണ്ടക്കൈയിലുള്ള വീട്, 2 നില വീട്, അതിൽ1 നില താഴോട്ട് മൊത്തത്തിൽ ചെളിയിൽ കുതിർന്നിരിക്കുന്നു. വിളിച്ചു പറയാം, താഴെ ബാപ്പയും അനിയനും മരിച്ചു കിടക്കുന്നു, ഇവിടെ ഒരു ചെറിയൊരു കുട്ടീനെ രക്ഷിക്കാനുണ്ട്, ഞാൻ വീടിൻ്റെ മുകളിലാണെന്ന്. ആരാ പറയുന്നത്? ഏത് സമയത്താണ് പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മളെയാണല്ലോ ഈ സമയത്ത് നമുക്ക് സംസ്കരിക്കാൻ പറ്റുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ, മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കേണ്ടതും മറ്റുള്ളവരില്ലെങ്കിൽ ജീവിതമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതുമായ സന്ദർഭമാണ് അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ആരാണ് മരിച്ച് ഈ ലോകത്തേക്ക് വരാനും മരിച്ച് ഈ ലോകത്തുനിന്ന് പോവാനും നമുക്ക് വേറെ മനുഷ്യന്മാർ വേണം. എല്ലാവരും ഈ കാണുന്ന ഈ നമ്മളെന്ന പ്രമാണിക്ക് മറ്റുള്ളവർ വേണം നമ്മളെ ഖബറടക്കാൻ, മറ്റുള്ളവർ വേണം നമ്മളെ ചുമലിലേറ്റാൻ. ഇനി അത് ശരീരപാതങ്ങൾ ചിഹ്നിച്ചെതറിയാണെങ്കിൽ മറ്റുള്ളവർ വേണം അതിനെ അടക്കിക്കൂട്ടാൻ. നമ്മളത് മനസ്സിലാക്കണം. അതായത് മറ്റുള്ളവരില്ലാതെ അപ്പുറത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാരും ആകട്ടെ കേട്ടോ, നമ്മുടെ കുടുംബക്കാരൊന്നുമല്ല, കുടുംബമായതുകൊണ്ടുള്ള കുടുംബക്കാർ. ഈ ലോകത്തെ മനുഷ്യൻ എന്നുള്ളത് വിസ്മയമാണ്. മറ്റുള്ളവർ, നമുക്ക് ചുമലുള്ളത് എന്തിനാണ്? നമുക്ക് 2 കൈയുള്ളത് എന്തിനാണ്? 2 കാലെന്തിനാണ്?
നിങ്ങളുടെ ആവശ്യത്തിനാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നാൽ പോരെ. ഈ കാല് മറ്റുള്ളവരെ സഹായിക്കാനാണ്, ഈ കൈ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനാണ്, ഈ ചുമൽ മറ്റുള്ള ഒരാൾക്ക് താങ്ങായി അയാൾക്ക് നിന്നു കൊടുക്കാനാണ്. അയാൾക്ക് പൊട്ടിക്കരയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒരു ഷോൾഡർ നിങ്ങൾ കൊടുക്കേണ്ടത്. നമ്മളുടെ സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച്, നമ്മളുടെ അയൽപ്പക്ക ബന്ധങ്ങളെക്കുറിച്ച്, നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ മക്കളെയും ഒക്കെ വിദ്യ അഭ്യസിപ്പിക്കേണ്ടുന്ന, അവർക്ക് വിജ്ഞാനം കൊടുക്കേണ്ടുന്ന ഒരു സമയത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഇപ്പോൾ അള്ളാഹു നമ്മളെ അതിൽ നിന്ന് ഒഴിവാക്കി. ഇനി ഏത് സമയത്ത് നമ്മളിലേക്ക് വരാവുന്നതോ അതല്ലെങ്കിൽ മുണ്ടക്കൈക്കാർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ സംഭവിച്ചതോ അല്ല. അതുകൊണ്ട് ഉദാരമായി അവരെ സഹായിക്കുക, ഉദാരമായി അവരുടെ ഒരുപാട് മക്കൾ പുറത്ത് പഠിക്കുന്നവരുണ്ട്, അവരുടെ ബന്ധുമിത്രാദികൾ പുറത്തുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം എവിടെ നിന്നാണ് വീണ്ടും അവർ കരുപ്പിടിപ്പിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശങ്കയിലുള്ള ആളുകൾ അവർ. അതുകൊണ്ട് പല അർത്ഥത്തിലുള്ള സഹായങ്ങൾ, ഒരുപാട് മനുഷ്യന്മാർ അവിടെയൊക്കെ പോയിട്ടുണ്ട്, സഹായ സഹകരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഈ സമയത്ത് പറയുന്നത് അവരുടെ സമ്പൂർണ്ണ പുനരധിവാസം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. ഒരുപാട് സന്നദ്ധ സംഘടനകളും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളാൽ സാധ്യമാകുന്നൊരു സഹായം ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. കോടിക്കണക്കിന് പൈസ ഉണ്ടായാലും നമ്മളതെങ്ങനെയാണ് തുടങ്ങുക എന്ന് സംഭ്രമിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പുറത്ത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ ടാഗുമായി, അതുപോലെ തന്നെ അതിൻ്റെ QR കോഡുമായി, അതല്ലെങ്കിൽ നിങ്ങൾക്കത് പൈസയായി ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള NGOകളിലൂടെ തന്നെയാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സഹകരണം അതിൽ വേണം. ആർക്കാണ് സാധന സാമഗ്രികളായി കൊടുക്കാൻ പറ്റുക, അതിൻ്റെ ഒരു കളക്ഷൻ പോയിന്റ് നമ്മൾ മലപ്പുറത്ത് ജില്ലാ കേന്ദ്രത്തിലേക്കുള്ള ഒരു കളക്ഷൻ പോയിന്റായിട്ടും പെരിന്തൽമണ്ണ പള്ളിയെ നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് അങ്ങനെയാണ് ഈ സന്ദർഭങ്ങളോട് താദാത്മ്യം പ്രാപിക്കുക. എത്രത്തോളം നമ്മളാൽ കഴിയുന്നുവോ ഈ വിഷയത്തിൽ നമ്മൾ സഹകരിക്കുക. ഇൻഷാ അല്ലാഹ് ആ ശ്രമങ്ങൾ മരണപ്പെട്ടവർക്ക് പകരമാകില്ല, അതല്ലെങ്കിൽ ഉണ്ടാക്കിയ ജീവിതത്തെ വീണ്ടും തിരിച്ചു പിടിക്കുന്നതിന് സാധ്യമല്ല. പക്ഷേ നമ്മൾ ഈ ഒരു സന്ദർഭത്തോടെ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ള ഈ പരീക്ഷണാവസ്ഥയിലുള്ള നമ്മളുടെ നേർചിത്രമായിരിക്കും അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളെ യഥാർത്ഥം മനസ്സിലാക്കാനും ഈ ഒരു സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്ന് നമ്മളുടെ കൈയയച്ച് സഹായിച്ച്, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് വിനയാന്വിതരായി മടങ്ങി സ്വന്തം നിസ്സഹായത ബോധ്യപ്പെട്ട മനുഷ്യരായി അള്ളാഹുവിലേക്ക് കെഞ്ചിച്ചെന്ന് നമ്മളെ വീണ്ടും വിമലീകരിച്ചെടുത്ത് പ്രിയപ്പെട്ട അടിമകളാക്കി മാറ്റാനുള്ള അവസരം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. വലിയ സങ്കടകരമായൊരു സംഗതി നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആധുനിക ഫലസ്തീനിൻ്റെ റെസിസ്റ്റൻറ്റ് മൂവ്മെൻറ്റിൻ്റെ പ്രതിരോധ സംഘങ്ങളുടെ ഉജ്ജ്വലമായ മാതൃകയായി ഉണ്ടായിരുന്ന ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് രക്തസാക്ഷിയായ വാർത്തയും നമ്മൾ 2 ദിവസം മുമ്പാണ് കേട്ടത്. ഫലസ്തീൻ തീരാത്ത ദുരിതമായി ലോകത്തിന് മുമ്പിലുള്ള സങ്കടമായി നമുക്ക് നിൽക്കുമ്പോൾ അവിടെയുള്ള ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് വേണം, അല്ലേ? നമ്മുടെ നാട്ടിലുള്ള ഭൂമി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്നവർ നമ്മൾക്ക് ദേശീയ നേതാക്കളും രാഷ്ട്രപിതാക്കളും ഒക്കെയാണ്. അതുപോലെ തന്നെയാണ് ഫലസ്തീൻ. അതൊരു ദേശം മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഒരു വികാരമാണ്, മർദ്ദിത പക്ഷത്തിൻ്റെ വികാരമാണ്. അതിനേക്കാളേറെ നമ്മളുടെ 3ാമത്തെ ഹറം അൽ മസ്ജിദുൽ അഖ്സയുടെ ഭൂമിയാണ്, വിശുദ്ധ ഭൂമിയാണ്, ഖുദ്സിൻ്റെ ഭൂമിയാണ്. ആ ഖുദ്സിൻ്റെ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന നമ്മളുടെ സഹോദരങ്ങളുടെ നേതാവ് ഇസ്മായിൽ ഹനിയ, അദ്ദേഹം അള്ളാഹുവിലേക്ക് രക്തസാക്ഷിയായി. രക്തസാക്ഷിത്വം ഫലസ്തീനികൾക്ക് പുതുമയുള്ളൊരു വിഷയമല്ല. അദ്ദേഹത്തിൻ്റെ മക്കൾ രക്തസാക്ഷികളായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾ രക്തസാക്ഷികളായിട്ടുണ്ട് 2 മാസം മുമ്പ്. അന്ന് അദ്ദേഹം പ്രതികരിച്ച വാക്കുകൾ ഫലസ്തീനിലെ മറ്റൊരു കുഞ്ഞിനേക്കാളും വേദനയുള്ള ഒരു മരണമല്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളുടേതും പേരക്കുട്ടികളുടേതും. അവരെ പോലെ തന്നെയാണ്, ഇവരെ പോലെ തന്നെയാണ് ഫലസ്തീനിലെ മറ്റുള്ള കുട്ടികളും. എനിക്ക് എൻ്റെ മക്കളെയും ആ മാർഗത്തിൽ എനിക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനമാണ്. ഇന്നലെ അവരുടെ സഹധർമ്മിണി ഈനാസ് ഇസ്മായിൽ ഹനിയ ഇന്നലെ ഖത്തറിലേക്ക് എത്തുന്ന വേളയിൽ ഇന്ന് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ്, എൻ്റെ പ്രിയതമൻ അള്ളാഹുവിലേക്ക്, ബാക്കിയുള്ളവർ ഇസ്രായേൽ അറിയുന്നുണ്ടോ,
അവർ ഇപ്പോൾ മധുരം വിതരണം ചെയ്യണം, ഫലസ്തീൻ്റെ ഒരു നേതാവിനെ കൊന്നു. പക്ഷെ ഞങ്ങൾ അതിനേക്കാളേറെ ആഘോഷിക്കുകയാണ്. ഞങ്ങൾ കൊതിച്ചിരുന്ന ഷഹാദത്ത്, അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്തു വന്നാലും മരണപ്പെടുന്നൊരു കാലത്ത് ഞങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിലാണ് എൻ്റെ പ്രീതമനെ യാത്രയച്ചത് എന്നുള്ളവരിൽ ഞങ്ങളും മധുരം വിതരണം ചെയ്യുന്നുണ്ട്, ഞങ്ങളും അത് ആഘോഷിക്കുന്നുണ്ടെന്ന് പറയാം. ഇതാണ് ഷെയ്ഖ് അഹമ്മദ് യാസീൻ്റെ ചരിത്രം, യഹ്യ അയ്യാഷിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ അബ്ദുൽ അസീസ് റൻതീസിയുടെ ചരിത്രം, ഇനി തുടരുന്ന ഖാലിദ് മിഷേലിൻ്റെയും അതുപോലെ തന്നെ യഹിയ സിൻവറിൻ്റെയും ഒക്കെ ഫലസ്തീനിൻ്റെ ചരിത്രം. കാരണം ഇന്ന് ഗസ എന്നുള്ളതൊരു പ്രദേശത്തിൻ്റെ പേരല്ല, മറിച്ച് ലോക ജനതയുടെ മനസ്സാക്ഷിയുടെ പേരാണ്. ഹമാസ് എന്നുള്ളത് ഒരു പ്രതിരോധ സംഘത്തിൻ്റെ പേരല്ല, മറിച്ച് ലോകത്ത് മർദ്ദക ഭരണകൂടങ്ങളോട് മർദ്ദിതപക്ഷം ചെറുത്തു നിൽക്കുന്നതിൻ്റെ പ്രസ്താവനയുടെ പേരാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഏതോ ഒരാൾ മരണപ്പെട്ടു എന്നല്ല നമ്മൾ കരുതുന്നത്. ലോകത്ത് അതിക്രമങ്ങളുടെ, അന്യായങ്ങളുടെ, കൊള്ളരുതായ്മകളുടെ പുസ്തകങ്ങളിൽ അതിൻ്റെ നടുപ്പേജിൽ കയറി ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തോട് ഇപ്പുറത്ത് അവസാനം ഒരു അപ്പൻഡിക്സിൽ നിന്ന്, അവസാനം അതിൻ്റെ അനുബന്ധത്തിൽ നിന്ന് ഇതാ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു പാഠം കൂടി, ഒരു അധ്യായം കൂടി ഈ പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞ ഇന്ന് ലോകത്തേതെങ്കിലും ഒരു പ്രദേശത്തിന് അങ്ങനെ ഒരു അർഹതയുണ്ടെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പേരാണ് ഗസ. അങ്ങനെയുള്ളവരുടെ നേതാവായിരുന്നു ഇസ്മായിൽ ഹനിയ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ വിരുന്നൂട്ടി അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഫലസ്തീനിലെ ഷഹീദുകളായ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവരുടെ ദറജ മേൽക്കുമേൽ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നല്ല പകരക്കാരൻ നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് രോഗമുള്ളവർ, മുറിവേറ്റവർ, അള്ളാഹു അവർക്ക് ശമനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് എവിടെയും സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മനസ്സിലേക്ക് ഏറ്റു നിർത്തി ഇസ്ലാമിൻ്റെ പേരിൽ അഭിമാനപൂരിതമായി ഏറ്റവും സുന്ദരമായ പ്രതിനിധാനം നടത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ പലരും മറ്റു ചില പ്രയാസങ്ങളിലാണ്. നമ്മുടെ സുഹൃത്തും അതുപോലെ തന്നെ ഈ പള്ളിയുടെ പ്രസിഡൻറ്റും കൂടിയായ നമ്മുടെ ഡോക്ടർ യഹിയയുടെ പിതാവ് അത്യാസന്നമായൊരു നിലയിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ, അൽഷിഫ ഹോസ്പിറ്റൽ ICUവിലാണ്. നമ്മുടെ ചില സഹോദരങ്ങൾ കൂടി വേറെയും ചില ആളുകൾ പ്രയാസത്തിൽ തന്നെയാണ്. അവരിന്ന് ഖുത്ബക്കൊന്നും വന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആസന്നമായ ശാന്തി നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കൂടുതൽ എളുപ്പങ്ങൾ നൽകി അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും വീഴ്ചകൾ അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരിൽ അള്ളാഹു നമ്മളെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ അഹദ് ഫർദിസ് സമദ് الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على رسولك محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله وإماء الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم انصر إخواننا المجاهدين بأرض فلسطين. اللهم انصر إخواننا في أرض فلسطين. اللهم انصرهم بنصرك العزيز. اللهم تقبل شهداءهم. اللهم تقبل شهداءهم. اللهم اشف مرضاهم وجرحاهم. اللهم انصرهم بنصرك العزيز على القوم الكافرين يا رب العالمين. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم زلزل أقدامهم. اللهم فرق جمعهم. اللهم هدم حصونهم. اللهم أقل نفوذهم. اللهم يا ربنا طهر المسجد الأقصى من اليهود المحتلين.
اللهم طهر المسجد الأقصى من اليهود المحتلين من اليهود الماكرين اللهم يا ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم يا ربنا لا تسلط علينا من لا يخافك ولا يرحمنا اللهم لا تؤاخذنا بسوء أفعالنا يا رب العالمين اللهم لا تؤاخذنا بسوء أفعالنا يا رب العالمين اللهم لا تقتلنا بغضبك يا رب العالمين اللهم لا تقتلنا ولا تهلكنا بعذابك يا رب العالمين اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين قوموا للصلاة